ഒരു സുവർണ കാലഘട്ടത്തിന് ശേഷം ജനിക്കുന്ന ഒരാളല്ല മുഹമ്മദ് നബി. മറിച്ച് ഒന്നുമില്ലാതിരുന്ന നൂറുകണക്കിന് ഗോത്രവർഗങ്ങൾ പരസ്പരം കലഹിച്ചും അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചും ധാർമ്മിക മൂല്യങ്ങളൊക്കെ പിച്ചി ചീന്തിയും സ്ത്രീകളെയും ഒരു വലിയ വിഭാഗത്തെ മാറ്റി നിർത്തി അടിമകളെ തല്ലുന്നതിൻ്റെ ശക്തി എത്ര അവനെ സഹിക്കാൻ കഴിയുന്നുവോ അവൻ ഏറ്റവും മിടുക്കനായ അടിമയായ അവനെ മുദ്രകുത്തി. അങ്ങനെയൊക്കെയുള്ളൊരു ലോകമായിരുന്നു ഈ അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഒരടിമയെ മാക്സിമം ബലത്തിൽ തല്ലി അവനത് സഹിക്കുകയാണെങ്കിൽ അവൻ ഏറ്റവും മിടുക്കനായ അടിമയാണ് എന്ന് മുദ്രകുത്തുന്ന നാട്, സ്ത്രീകളെ മാറ്റി നിർത്തുന്ന നാട്, ഗർഭഛിദ്രം നടത്തുന്ന നാട്. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് നിന്നാണ് മുഹമ്മദ് നബി മുന്നോട്ട് വന്നിട്ട് പുതിയ കുറെ ആശയങ്ങൾ ജനങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ആ ആശയങ്ങൾ കേവലം അദ്ദേഹത്തിന് തോന്നിയ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതല്ല, മറിച്ച് അതിലൊരു നീതിന്യായ സംവിധാനത്തിൻ്റെതായ എല്ലാ ചട്ടക്കൂടുകളും അതിനകത്തുണ്ടായിരുന്നു. ആ രാജ്യത്തെ നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരും തോന്നുന്ന നിയമങ്ങൾ അവനവൻ്റെ പ്രദേശങ്ങളിൽ ഉണ്ടാക്കി പോകുന്നതിന് പകരം ക്രോഡീകരിക്കപ്പെട്ട ഒരു നിയമ സംവിധാനം അറബ് രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് നബിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതേ പ്രിയമുള്ളവരെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് സ്നേഹിക്കുവാനാണ്, ഒരിക്കലും സംഘർഷപ്പെടുവാനല്ല. എന്നാൽ പ്രവാചകൻ്റെ കാലത്തും പ്രവാചകൻ്റെ അധ്യാപനങ്ങളിലും പോരാട്ടമുണ്ട്, സമരമുണ്ട്. അതെല്ലാം സത്യത്തിനു വേണ്ടിയായിരുന്നു, സത്യത്തിൻ്റെ മാർഗത്തിലേക്കുള്ള പാതയായിരുന്നു. ഇന്ന് സ്നേഹിക്കുവാൻ പഠിപ്പിച്ച, തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിൽ വയറ് നിറച്ച് കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ച, അയൽവാസി ഏത് മതസ്ഥനാണെന്നോ ഏത് വിഭാഗമാണെന്നോ ഏത് നിറമോ ഭാഷയോ ഒന്നും ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിൽ വയറ് നിറച്ച് കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഇന്ന് ഇന്ത്യയുടെ പല ഭാഗത്തും ഐ ലവ് മുഹമ്മദ് എന്ന ആ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിക്കൊണ്ട് സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഗീയ വിഷബീജം പേറിയ ചില വിഷജന്തുക്കൾ എന്ന് പ്രവാചകൻ്റെ പേരിൽ വർഗീയ സംഘർഷത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ ചുവരുകളിൽ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിയിട്ട് അത് മുസ്ലിം മതവിഭാഗക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് 8 മുസ്ലിം യുവാക്കളെയാണ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ സത്യം പുലരുക തന്നെ ചെയ്യും. 4 തീവ്രവാദികളായിരുന്നു ആ ക്രൂരകൃത്യം ചെയ്യുകയും അത് മുസ്ലിം യുവാക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തത്. ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഗീയതയിലേക്കല്ല, നാം മാനവികതയിലേക്കാണ്. മാനവികതയുടെ മൂർത്തിഭാവമായിരുന്ന മനുഷ്യകുലത്തിന് നന്മയ്ക്ക് വേണ്ടി വന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ പ്രവാചകനെക്കുറിച്ച് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ സഹോദരി പറഞ്ഞതിൻ്റെ ബാക്കിയായിക്കൊണ്ട് ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുവാനുള്ളത്. കാണുക, മനസ്സിലാക്കുക. പ്രവാചകൻ ആരായിരുന്നു മനസ്സിലാക്കേണ്ടതുണ്ട്. വീഡിയോയിലേക്ക്. വർഗീയതയും ഭീകരവാദവും പ്രചരിപ്പിക്കുന്ന മുസ്ലിം നാമധാരികളും ഇസ്ലാമിനെക്കുറിച്ചും മുഹമ്മദ് നബിയെക്കുറിച്ചും തെറ്റിദ്ധരിച്ച സഹോദര മതവിശ്വാസികളും ഈ വാക്കുകൾ ചെവി തുറന്ന് കേൾക്കുക. മുഹമ്മദ് എന്ന അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ച്. അതെ, നിങ്ങൾ മുഹമ്മദ് എന്ന ഇസ്ലാം മത പ്രവാചകനെ മാറ്റി നിർത്തി താഴെ പറയുന്ന വ്യക്തികളെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. നിങ്ങൾക്ക് മനസ്സിലാകും എന്തായിരുന്നു മുഹമ്മദ് എന്നും എന്തുകൊണ്ട് അദ്ദേഹം ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നു എന്നത്. മുഹമ്മദ് എന്ന അനാഥ ബാലൻ, മുഹമ്മദ് എന്ന ആട്ടിടയൻ, മുഹമ്മദ് എന്ന യുവാവ്, മുഹമ്മദ് എന്ന വ്യാപാരി, മുഹമ്മദ് എന്ന ഭർത്താവ്, മുഹമ്മദ് എന്ന സത്യസന്ധൻ, മുഹമ്മദ് എന്ന തത്വചിന്തകൻ, മുഹമ്മദ് എന്ന സാമൂഹ്യ പരിഷ്കർത്താവ്, മുഹമ്മദ് എന്ന അനാഥ സംരക്ഷകൻ, മുഹമ്മദ് എന്ന അഗതികളുടെ സംരക്ഷകൻ, മുഹമ്മദ് എന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ, മുഹമ്മദ് എന്ന അടിമമോചകൻ, മുഹമ്മദ് എന്ന അഭയാർത്ഥി, മുഹമ്മദ് എന്ന കുടുംബനാഥൻ, മുഹമ്മദ് എന്ന പിതാമഹൻ, മുഹമ്മദ് എന്ന പടയാളി, മുഹമ്മദ് എന്ന നയതന്ത്രജ്ഞൻ, മുഹമ്മദ് എന്ന ലഹരി വിമോചകൻ, മുഹമ്മദ് എന്ന ന്യായാധിപൻ, മുഹമ്മദ് എന്ന നിയമജ്ഞൻ, മുഹമ്മദ് എന്ന സർവ്വ സൈന്യാധിപൻ, മുഹമ്മദ് എന്ന ഭരണകർത്താവ്, എല്ലാറ്റിലുമുപരി മുഹമ്മദ് എന്ന മനുഷ്യൻ.
ഗ്രീക്ക് റോമൻ ഇതിഹാസങ്ങളിലെ കഥയല്ല മുഹമ്മദിന്റെ ജീവിതം. AD 571 ജനിച്ച് 632 മരിച്ച ആധുനിക കാലത്തെ മനുഷ്യൻ. നൂറ്റാണ്ടുകൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഒരു മനുഷ്യായുസ്സിനുള്ളിൽ ചെയ്തു തീർത്തു മഹാനായ പ്രവാചകൻ. അതും പാശ്ചാത്യരുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ സ്ഥിരമായ ഒരു സേനയില്ലാതെ, ഒരു അംഗരക്ഷകൻ പോലുമില്ലാതെ, ഒരു രാജകൊട്ടാരമില്ലാതെ, സ്ഥായിയായ ഒരു വരുമാനമില്ലാതെ ഒരു മാതൃകാ ഭരണം സ്ഥാപിച്ച് നടപ്പിൽ വരുത്തിയെന്നത് ആർക്കെങ്കിലും ആധികാരികമായി പറയാൻ സാധിക്കുമെങ്കിൽ അത് മുഹമ്മദിനു മാത്രമാണ്. ആ മുഹമ്മദ് എന്ന മനുഷ്യനെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കൂ. അനാഥ ബാലനിൽ നിന്നും അറേബ്യയുടെ ഭരണാധികാരിയിലേക്ക് നടന്നു നീങ്ങിയ വഴികൾ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തായിരുന്നു യഥാർത്ഥ മുഹമ്മദ് എന്ന്. വെളുത്ത സൽമാൻ ഫാരിസിനെയും കറുത്ത ബിലാലിനെയും ഒരേ നിരയിൽ അണിനിരത്തി വർണ്ണവിവേചനം അരുതെന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചകൻ. അമ്മയുടെ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. അയൽവാസി പട്ടിണി കിടന്നാൽ വയറു നിറയ്ക്കരുതെന്ന് കൽപ്പിച്ച് അതിൽ ജാതി നോക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. കട്ടത് എന്റെ മകൾ ഫാത്തിമയാണെങ്കിലും കൈമുറിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞ നീതിമാൻ. മരിച്ചത് നമ്മുടെ മതത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളല്ല എന്ന് അനുയായി പറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾക്കെന്ത് മതമാണ് എന്ന് ചോദിച്ച് അനുയായിയെ ശകാരിച്ച പ്രവാചകൻ. മാതാപിതാക്കളോട് ചേ എന്ന വാക്കുപോലും പറയരുതെന്ന് പഠിപ്പിച്ച സ്നേഹപ്രവാചകൻ. മരണം മുന്നിൽ കണ്ടപ്പോഴും എന്റെ ജനത എന്നോർത്ത് കരഞ്ഞ പകരമില്ലാത്ത നേതാവ്. ഭർത്താവിനെ ശപിക്കരുതേ, ഭാര്യയെ നോട്ടം കൊണ്ടുപോലും വിഷമിപ്പിക്കരുതേ എന്ന് പഠിപ്പിച്ച കുടുംബനാഥൻ. പിതാവിന്റെ വിയർപ്പ് കുടുംബത്തിന്റെ നിലനിൽപ്പെന്ന് ഓർമ്മിപ്പിച്ച പ്രവാചകൻ. ശവമഞ്ചം വഹിച്ച് ജനം നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന പ്രവാചകരോട് അത് മുസ്ലിമിന്റേതല്ല എന്ന് അനുയായി പറഞ്ഞപ്പോൾ അത് മനുഷ്യന്റേതാണെന്ന് പറഞ്ഞുകൊടുത്ത് ബഹുമാനിച്ച പ്രവാചകൻ. ഭർത്താവ് മൊഴി ചൊല്ലുന്നത് പോലെ അവനിൽ നിന്ന് നിനക്ക് തൃപ്തികരമായ ജീവിതം ലഭിച്ചില്ലെങ്കിൽ തിരിച്ച് നിനക്കും ഭർത്താവിനെ മൊഴിച്ചൊല്ലാമെന്ന് പഠിപ്പിച്ച് ആണിനും പെണ്ണിനും തുല്യനീതി ഉറപ്പാക്കിയ നീതിമാൻ. ഒരാളോട് പുഞ്ചിരിച്ചാൽ അത് ദാനമാണെന്നും നിനക്ക് നിന്റെ മതം, അവർക്ക് അവരുടെ മതം, മറ്റു മതങ്ങളെ പരിഹസിക്കരുതെന്നും പഠിപ്പിച്ച പ്രവാചകൻ. സ്ത്രീ എന്നാൽ ബഹുമാനിക്കപ്പെടേണ്ടവളും ആദരിക്കപ്പെടേണ്ടവളുമാണെന്ന് ആദ്യമേ പഠിപ്പിച്ച പ്രവാചകൻ. വഴി തടസ്സപ്പെടുത്തി ഒരു മുള്ളു കണ്ടാൽ പോലും ആ തടസ്സം നീക്കാതെ മുന്നോട്ട് പോവരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. ഏറ്റവും ചിലവ് കുറഞ്ഞ വിവാഹമാണ് ഏറ്റവും മഹത്വമേറിയതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. അറിവ് വിശ്വാസിയുടെ സമ്പത്താണ്, അത് എവിടെ കണ്ടാലും പെറുക്കിയെടുക്കണമെന്ന് ഓർമ്മിപ്പിച്ച പ്രവാചകൻ. പെണ്ണിന്റെ സുരക്ഷിതത്വമാണ് സമൂഹത്തിന്റെ നിലനിൽപ്പെന്നും പെൺമക്കളുള്ള കുടുംബമാണ് ഉത്തമ കുടുംബമെന്നും പഠിപ്പിച്ച പ്രവാചകൻ. നിന്റെ വിരലുകളിൽ നിന്നെ തിരിച്ചറിയാനുള്ള അടയാളമുണ്ടെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. അനാഥ കുട്ടികളുടെ മുമ്പിൽ സ്വന്തം കുട്ടിയെ ലാളിക്കരുതെന്ന് പഠിപ്പിച്ച കാരുണ്യപ്രവാചകൻ. എത്ര പറഞ്ഞാലും പൂർണ്ണമാകാത്ത വാക്കുകൾ, എത്ര എഴുതിയാലും അവസാനിക്കാത്ത വരികൾ. നിങ്ങളും ഇന്നു മുതൽ പഠിക്കൂ ആ മഹാനായ മനുഷ്യനെക്കുറിച്ച്. ഇസ്ലാം മതത്തിന്റെ അന്തസ്സത്ത അറിയാത്ത മുസ്ലിം നാമധാരികളായ ഭീകരവാദികളുടെ തടവറയിൽ നിന്ന് മോചിപ്പിക്കുവിൻ ഈ മനുഷ്യസ്നേഹിയായ മുഹമ്മദിനെ. മുസ്ലിമെ അറിയുക, നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദര സമുദായത്തിലെ സുഹൃത്തിന് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് ഖുർആൻ പരിഭാഷയും മുഹമ്മദ് നബിയുടെ ജീവിത ചരിത്രവും. ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മവും അത് തന്നെ.